പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് ബീഹാറിലേക്ക് പോകുന്ന ദിവസമാണ്. മുഖ്യമന്ത്രി പോവുമോ? ഇല്ല. മന്ത്രിമാർ പോവുമോ? ഇല്ല. സ്ഥാനമൊഴിയുന്ന ഗവർണർ ഇന്ന് കേരളത്തിൽ നിന്ന് മടങ്ങും. ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയയക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമാനത്താവളത്തിൽ എത്തില്ല. ഗവർണറെ പൂർണ്ണമായും അവഗണിക്കാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ അടുത്ത മാസം 2-ാം തീയതി ചുമതലയേൽക്കും. റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. എന്തായാലും ഒരു യാത്രയപ്പ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ല. അതിനുള്ള വിശദീകരണം ദുഃഖാചരണമാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കാര്യം അതല്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനൊരു യാത്രയെ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചിരുന്നു. മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും പോകുന്നില്ല. ഇന്നലെ പോയി DGPയും ചീഫ് സെക്രട്ടറിയും മാത്രം കണ്ടു. അവിടെ അവസാനിച്ചോ നമ്മുടെ യാത്രയപ്പ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുമ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയപ്പ് എന്തായാലും ഉണ്ടാകില്ല. കാരണം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണമുണ്ട്. പക്ഷേ മറ്റു രീതിയിലുള്ള യാത്രയപ്പ് നൽകാവുന്നതാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്ന ഒരു പതിവുണ്ട്. ഈ തവണ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പോകില്ല. ഇന്നലെ പകരം ചീഫ് സെക്രട്ടറിയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും DGP അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് രാജ്ഭവനിലെത്തി ഒരു യാത്രയപ്പ്, ഉപഹാരം നൽകിയുള്ള ഒരു യാത്രയപ്പ് നൽകുന്നത്. നേരെ മറിച്ച് വിമാനത്താവളത്തിലെത്തുമ്പോൾ വിമാനത്താവളത്തിൽ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകേണ്ടതാണ് സർക്കാരിൻ്റെത്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരടക്കമുള്ളവർ അവിടെ സന്നിഹിതരാകേണ്ടതാണ്. കഴിഞ്ഞ തവണ P സദാശിവം ഗവർണർ പദവി ഒഴിഞ്ഞ് തിരികെ പോകുമ്പോൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു യാത്രയപ്പാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയത്. മുഖ്യമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിലെത്തി യാത്ര അയക്കുകയായിരുന്നു അന്ന് ഗവർണറായിരുന്ന സദാശിവത്തെ. പക്ഷേ ഇപ്പോൾ സമാനമായ സാഹചര്യമല്ല. കാരണം ഏറ്റുമുട്ടലാണ്, സർക്കാരുമായുള്ള ശീതയുദ്ധം തുടരുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഗവർണർക്ക് പരിഗണന നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. കാരണം നേരത്തെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് സർക്കാരിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അത് ചൂണ്ടിക്കാട്ടാൻ. കാരണം നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഒപ്പുവെക്കാതെ മാറ്റിവെക്കുക, സർക്കാരുമായി പരസ്യമായി പോരാട്ടത്തിനിറങ്ങുക, ഒട്ടേറെ കാര്യങ്ങൾ സർക്കാരിനെ വെല്ലുവിളിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടൽ നടത്തുക, ചാൻസലർ പദവി ഉപയോഗിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിലടക്കം ഇടപെടൽ, അതിലൊക്കെ വലിയ ആരോപണങ്ങൾ അത് ഇടതുപക്ഷം ഉന്നയിക്കുകയായിരുന്നു. സംഘപരിവാറിനെ ആളുകളെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ ശ്രമമാണ് എന്നടക്കമുള്ള ഒട്ടേറെ ആക്ഷേപങ്ങൾ അന്ന് ഉയർത്തുകയും ചെയ്തിരുന്നു. ഏതായാലും സർക്കാരുമായുള്ള ഒരു പോരാട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശീതയുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം ഇടതുമുന്നണി എടുക്കുന്നതും. അരുൺകുമാർ, ഋഷിപാൽ, ഒരു ഗാർഡ് ഓഫ് ഓണറൊക്കെ നൽകി മാന്യമായിട്ട് യാത്ര അയക്കേണ്ടതാണ്. പക്ഷേ ഗവർണറുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ശീതസമരം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. എല്ലാ സീമകളും ലംഘിച്ചുപോയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയെയോ ഇപ്പോൾ യാത്രയയക്കാൻ എയർപോർട്ടിലേക്ക് അയക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് നൽകുന്ന വിശദീകരണം ഔദ്യോഗിക ദുഃഖാചരണമാണ്. ഒരു യാത്ര അയക്കുന്നതിനും ഒന്നും ഔദ്യോഗിക ദുഃഖാചരണം പ്രശ്നമല്ലല്ലോ. കൊച്ചി സിയാലിൽ താജ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ മുഖ്യമന്ത്രി പോയില്ലേ? അപ്പോൾ കാര്യം അതൊന്നുമല്ല. കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. തൽക്കാലം യാത്ര അയക്കേണ്ടതില്ല. അങ്ങനെ പിണക്കം മാറിയിട്ടില്ല എന്നർത്ഥം. രാഷ്ട്രീയ പിണക്കമാണ്. ആർലേക്കർ എന്തായാലും 2-ാം തീയതി ചുമതലയേൽക്കും. അന്ന് പക്ഷേ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും അന്ന് സ്വീകരിക്കാൻ വേണ്ടി ചട്ടപ്രകാരമുള്ള എല്ലാവിധ ഗാർഡ് ഓഫ് ഓണറുകളും നൽകിയായിരിക്കും ബീഹാറിൽ നിന്നുള്ള രാജേന്ദ്ര ആർലേക്കറിനെ നമ്മൾ സ്വീകരിക്കുക.